ഇന്ന് ഞാൻ ക്ലാസ് വെച്ചിട്ടേ വീഡിയോ ചെയ്യുള്ളൂ. എന്താണെന്നറിയോ, ഇന്നൊരു ഹീറോനെ പരിചയപ്പെടുത്താൻ പോണേ. ഞാനല്ല കേട്ടാ, റിയൽ ഹീറോ എന്നൊക്കെ പറയില്ലേ നാട്ടിലാണ്, അങ്ങനത്തെ ഒരു വ്യക്തിനെ പരിചയപ്പെടുത്താൻ നമ്മളെ. ഹീറോ മാത്രമല്ല കേട്ടോ, ഹീറോയിനും ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, അത് ഞാൻ വീഡിയോയിൽ പറയാം. പക്ഷേ അതിന് മുന്നേ ഒരു ക്ലൂ തരാം. അതായത് ഇപ്പോൾ നാളെ നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ തന്നെയാണ്. ഞാനിതിപ്പോൾ എടുക്കുന്നത് ഡിസംബർ 12-ാം തീയതി 13-ാം തീയതി നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് തന്നെ. അതിന് മുന്നേ തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ലഡു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. എന്താണെന്നറിയോ, അവർ റിസൾട്ട് വന്നതിന് മുന്നേ ലഡു ഉണ്ടാക്കി നാട്ടുകാർ റെഡിയാക്കി വെച്ചേക്കുന്നത്. കാരണം അവർക്ക് ഗ്യാരണ്ടിയാണ് അവരുടെ വാർഡ് അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിത്വം കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം അല്ല, ഇത് 3rd ടൈമാണ്. ഇത് ഹാട്രിക് ചാൻസ് ആണ് ഇത്തവണ. അപ്പോൾ ഞാൻ നേരത്തെ 5-6 മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം. ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും അറിയാമെങ്കിലും കാക്കനാട് അല്ലെങ്കിൽ എറണാകുളം കാക്കനാട് തൃക്കാക്കര ഏരിയയിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ പുറത്തേക്കും കൂടി ഇതെത്തണം. കാരണം ഇങ്ങനെയുള്ള ജനനായകന്മാർ, ഇതാണ് റിയൽ ജനനായകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സിനിമയെ കാണുന്ന പോലെ കീഴിലുള്ളൊരു വ്യക്തിനെ അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ വൈഫിനും, അതായത് ഹീറോ ഉണ്ട് ഹീറോയിനും ഉണ്ടെന്ന് ഞാൻ പറയില്ലേ, ഇത് 3rd ടൈമാണ്. അവരെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകണം. അല്ലെങ്കിൽ ഈ വീഡിയോ കാണണം, നിങ്ങളോട് എല്ലാവരോടും മസ്റ്റായിട്ട് കാണണമെന്ന് പറയുന്നത്. അതുപോലെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ ജനനായകനെയൊക്കെ നാട്ടുകാർ അറിയട്ടെ, അല്ലെങ്കിൽ ജനങ്ങൾ അറിയട്ടെ. നമുക്ക് അതിലേക്ക് പോവാം. വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ജനനായകനും നായികയും. ഇവരുടെ 3ാമത്തെ തവണയാണ്. ചേട്ടാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഇത് എനിക്ക് നമ്മുടെ സ്വന്തം ചേട്ടനും ചേച്ചിനും പോലെ ഉണ്ടാ. അതാണ് ഇത് ഇങ്ങനെ എങ്ങനെ ചേർന്ന് നിൽക്കണം. ഞാനിത് നേരത്തെ ഞാൻ പറയില്ല, 5 മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ ലഡു ഉണ്ടാക്കുമ്പോൾ ആരെ കുളിച്ചിട്ട് എന്നെ വിളിച്ചേക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചേക്കാണ്. എന്നിട്ടും തിരക്കിൻ്റെ മറന്നു പോയിട്ടാ. പക്ഷെ എനിക്ക് കോള് വന്നപ്പോഴേക്കും ഡിക്സണ്ട എന്തായാലും എന്തായാലും സന്തോഷം. അപ്പോൾ നാളെയാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത്. ഇവർ ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചേക്കണേന്ന് ഓൾറെഡി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിനെ നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ കേരളം അറിയണം. മലയാളികളുടെ ഇടയിൽ ഇങ്ങനൊരു ജനനായകനും നായിക ഉണ്ടെന്ന്. ഹസ്ബൻഡും വൈഫുമാണ് സാബു ചേട്ടൻ, ഇത് ഓമന സാബു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണം. നമുക്ക് അതിലേക്ക് പോയാലോ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞ് ഇതിപ്പോൾ 3rd ടൈമാണ്. ഫസ്റ്റ് ടൈം ചേട്ടൻ നിൽക്കുന്ന ടൈമിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5000 ലഡു ഉണ്ടാക്കി. അത് കഴിഞ്ഞ തവണ ചേച്ചി ചെന്നപ്പോഴത്തേക്കും 10000 ലഡു. ശരിയാണോ? ഇത്തവണ 12,000 അല്ലേ? അപ്പോൾ ഇത്രയും ലഡുവാണ് അഡ്വാൻസ് ആണ് ചെയ്തേക്കണം. അത് ചിന്തിക്കണം, അതൊരു ഹീറോയിസം തന്നെയാണ്. അപ്പോൾ അന്ന് 5000 ലഡു ആദ്യം ഉണ്ടാക്കിയില്ലേ ചേട്ടൻ? എന്ത് വിശ്വാസം? ഞാൻ ഇനിയിപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ ചോദിക്കോട്ടെ, കാരണം നമ്മുടെ കാണികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് എന്ത് ധൈര്യത്തിലുണ്ടാക്കി, എന്ത് വിശ്വാസത്തിലുണ്ടാക്കി? നമ്മൾ വാർഡിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ആ വാർഡിലെ ജനങ്ങളുടെ മനസ്സ് പഠിക്കണം. ആ മനസ്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് വോട്ട് കിട്ടുള്ളൂ. അത് നമുക്ക് ചെയ്യുമോ എന്നുള്ളത് 1, 2, 3 റൗണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അവരെ മനസ്സല്ല, അവരെ ആർട്ട് എടുക്കണം. 3ാമത്തെ ആർട്ട് കയ്യിലെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ വോട്ട് കിട്ടുള്ളൂ എന്ന് പഠിക്കാൻ ഒരുപാട് നേതാക്കന്മാർ ശ്രമിക്കണം. തീർച്ചയായിട്ടും നിയമസഭ ലോക്സഭ അല്ല ഇത് മത്സരിക്കുന്നത്. നിയമസഭയിലും ലോക്സഭയിലും പാർട്ടി ചിഹ്നത്തിൽ നോക്കി കുത്തുന്ന ആളുകളാണ്. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1ാമത്തെ റൗണ്ട് കയറി 2ാമത്തെ റൗണ്ടിൽ 3ാമത്തെ റൗണ്ട് അവരെ ആർട്ട് കൊണ്ടേ നമ്മൾ പോരാൻ പാടുള്ളൂ. അവിടെ നമ്മൾ വിജയിക്കും. അങ്ങനെ പോരുമ്പോൾ ആ ആർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത്ര വോട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റും. അതാണ് ഒരു സാധാരണക്കാരൻ്റെ വിജയം. ഇതായിരിക്കണം ശരിക്കുള്ള ഒരു ജനനായകൻ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി. ഇപ്പോൾ നമ്മളൊരു വെറുതെ പോയൊരു ബിസിനസ് കണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭമോ അല്ലെങ്കിൽ ഒരു സ്ഥാനം ആഗ്രഹിച്ചോ അങ്ങനെയല്ല. ഇപ്പം എന്നെ വെറുതെ പോലെ എനിക്കത് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള കഴിവുണ്ടാന്ന് ചിന്തിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഇത് ഓർക്കുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ റൊമാൻറ്റിഫിക്കേഷൻ വരുന്നത് ഞങ്ങൾക്ക് കയ്യിൽ. ഞാൻ പലപ്പോഴും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ലാസ്റ്റ് ടൈം ചേച്ചിയായിരുന്നല്ലോ ഇത്. 2പേരും അന്ന് മത്സരിച്ച വാർഡുകൾ ഏതാണ്? അന്ന് മത്സരിച്ചത് 34 ദേശീയ കവല. ഇപ്പൊ ആ വാർഡ് ചേഞ്ചായി, 2 തോപ്പിൽ നോർത്തായി, ഞങ്ങളുടെ ഹോം വാർഡ്. അപ്പൊ നമ്മുടെ ഈ 34-ാം ഡിവിഷനിലെ ഒരു ഭാഗം ഇപ്പം സാബു മത്സരിക്കുന്ന 40-ാം വാർഡ് ഹൗസിംഗ് ബോർഡിലേക്ക് മാറി. ആ സ്ഥലത്താണ് പുള്ളി മത്സരിക്കുന്നത്. എൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അന്ന് റെക്കോർഡായിരുന്നു. നമുക്കറിയാം കൊറോണ ടൈമാണ്. എങ്കിൽ പോലും അത്രയും ആളുകൾ വന്ന് വോട്ട് ചെയ്ത് റെക്കോർഡായതിൻ്റെ കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് എനിക്ക് ജനങ്ങൾ തന്ന വോട്ടാണ്. അപ്പോഴും എൻ്റെ എൻ്റെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിനെ മറ്റുള്ളവർക്കൊന്നും അത് അറിയില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് പെരുമാറുന്ന രീതിയും ആ വാർഡിൽ സാധാരണക്കാരനായതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ മനസ്സറിയാൻ പറ്റുന്ന ഒരു സാധാരണക്കാരന് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ജനിച്ച ഒരു ചെറിയ ഫാമിലിയിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മുടെ വാർഡിലുള്ള ആളുകളുടെ മനസ്സറിയാം. നമുക്കറിയാം ഓരോ ഓഫീസിലൊക്കെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, പിന്നെ നമ്മൾ കൗൺസിലർ എന്തായി കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ മുന്നിൽ ചെന്ന് നമ്മൾ നിൽക്കണം.
അവർക്ക് കാണാനൊരു സമയം വേണം. പിന്നെ അവർ പറയും നമ്മൾ അത് ചെയ്താൽ മതി, ഇത് പോയി ചെയ്താൽ മതി എന്ന്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയായിരുന്നില്ല. നമുക്ക് എന്താ ആവശ്യമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നടത്തി കൊടുത്തു. അതിൻ്റെ ഫലമായിട്ടാണ് സ്വതന്ത്രനായിട്ട് പോലും എനിക്ക് രണ്ടാമത് അവിടെ നിന്ന് മത്സരിക്കാൻ സാധിച്ചത്. ആളുകളിപ്പം പറയും, ഇപ്പം 3rd ടൈം ആയപ്പോഴത്തേനും ഇത് മറ്റേ ഇതാണ് കുടുംബം സ്വത്താണോ. ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിലൊക്കെ വന്നായിരുന്നു കുടുംബവാഴ്ചയാണോ അല്ലെങ്കിൽ ഇത്ര ലഡു ഉണ്ടാക്കണേ, ഇത് തോറ്റുപോയാൽ അത് എന്താണ് പൊട്ടനായി പോകില്ല, അതേപോലത്തെ ഒരു കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പം ഞാൻ പറയും അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഇന്ന് തോറ്റാലും പുള്ളി അപ്പോഴും ഹീറോ ആണെന്ന് ഞാൻ പറയുന്നത്. കാരണം 2 കൊല്ലം ഏകദേശം പൊളിച്ചില്ല നമ്മൾ. അഡ്വാൻസിൽ എടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഹീറോയിസം തന്നെയാണ്. അവർ ഈ എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യണ ഒരു 100 നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു തെറ്റ് പറ്റും ഏത് വ്യക്തിക്കാണെങ്കിലും. അതിൽ കയറി പിടിക്കുക അല്ലാണ്ട് ആ 99 എണ്ണം മറച്ചു കൊടുക്കും. ആ പറഞ്ഞ പോലത്തെ കാര്യമാണ്. അത് ചിലവരുടെ ഒരു മാനസികാവസ്ഥയാണ്. അത്ര എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കുടുംബവാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്ന വ്യക്തിയല്ല. നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളെ ജനങ്ങൾ മത്സരിക്കാൻ പറഞ്ഞു മത്സരിക്കുന്നതാണ്. അത് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ മേൽഘടകം താഴെ ഘടകം അങ്ങനെയൊക്കെ വരും. ഇതെന്ന് പറഞ്ഞില്ല, നമ്മൾ ആ വാർഡിലുള്ള ജനങ്ങൾ മുഴുവൻ ആളുകളല്ലെങ്കിലും നമ്മളോട് ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ട്. ആ ആളുകൾ പറയുമ്പോഴത്തേനും അവർക്ക് ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏത് സമയത്തും ഓടിച്ചെല്ലാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിവുള്ള ഒരു വ്യക്തി എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെ അപ്രോച്ച് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് കുടുംബവാഴ്ച എന്ന് പറയുന്നതിൽ കാര്യമില്ല. കുടുംബവാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് നിന്നിട്ട് നമ്മളുടെ 2 പേരുടെയോ അല്ലെങ്കിൽ നമ്മുടെ 2-3 കുടുംബക്കാരുടെ വോട്ട് കൊണ്ടല്ല നമ്മൾ വിജയിക്കണത്. ആ വാർഡിലുള്ള ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വാർഡിലുള്ളവർക്കറിയാലോ ഇതുവരെ കുടുംബവാഴ്ചയാണ്, ഇനി മതി ഇവരെന്ന് അവർ തീരുമാനിക്കണില്ല. അവർ തീരുമാനിക്കാത്തടത്തോളം കാലം നമ്മൾ മറ്റുള്ളവരൊരു കമൻറ്റ് പറയുകയോ അല്ലെങ്കിൽ നമ്മളെ അറിയാത്ത വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വിമർശിക്കുന്നത്. അവരെന്താണെന്ന് അറിയില്ല. അവർക്ക് വെറുതെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വരുമ്പോഴത്തേനും ഒരു കമൻറ്റ് ഇടുമ്പോൾ ഒരു സുഖം. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ നെഗറ്റീവ് കമൻറ്റിനെ അത്ര ഇതായിട്ട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യവുമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് നമുക്ക് നെഗറ്റീവിന് എല്ലാവർക്കും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. നമ്മൾ മുഴുവനായിട്ട് ഒരു പൂർണ്ണനായ മനുഷ്യനൊന്നുമല്ല, സാധാരണ ജനങ്ങൾ തന്നെ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വ്യക്തികളാണ് നമ്മളെന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് അവർ നമ്മൾ വീണ്ടും നിൽക്കുന്നതും അവർ അംഗീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കമന്റിനോടോ കുടുംബവാഴ്ചയെന്ന് പറയുന്നതിനോടോ എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. അല്ല, എനിക്ക് ഇത്ര ഷോർട്ടാക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ. അതായത് പ്രവർത്തിച്ച് വിജയിച്ച് കാണിച്ച് തന്നേക്കണ ആളാ വന്ന് നിൽക്കണത്. അവിടെ നിങ്ങൾക്ക് വേറെ ഇയാൾ ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു സംശയം വേണ്ട. മറ്റുള്ളത് അങ്ങനെയല്ല. ഇതൊന്നും അറിയാത്തവരായിരിക്കും ചിലപ്പോൾ. എല്ലാവരും ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാർ മറ്റു നാട്ടുകളിലും ഉണ്ടാവുമായിരിക്കും. വേറെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അതൊരു മെയിൻ പോയിന്റ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ പറഞ്ഞ കേരളത്തിൽ ഇതുപോലെ ആൾക്കാരുണ്ടാകുന്ന എനിക്ക് അറിയേണ്ടതുണ്ട്. കാരണം എനിക്ക് സംശയമാണ്. കാരണം ഞങ്ങളുടെ ഏരിയയിൽ ഇത് ഫേമസ് ആണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ചേട്ടനെ പോലെയൊക്കെയാണ്. പക്ഷേ ഈ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ ഇതേപോലെ അഡ്വാൻസ് ആയിട്ട് ഇത് എനിക്കുള്ള ആണെന്ന് പറഞ്ഞാൽ ലഡു ഉണ്ടാക്കണതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണ ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അറിയാമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അദ്ദേഹത്തിനെ ടാഗ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെയുള്ളവരെയൊക്കെ നാടറിയണം, അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ അറിയണം. അതിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. പിന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? പിന്നെ ഇത്തവണ മത്സരിക്കണം നമ്മുടെ തറവാട് വീടിന്റെ വാർഡിലല്ലേ. അപ്പൊ അനിയൻ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു അമ്മിച്ചിയുടെ വോട്ട് ആദ്യമായിട്ട് മോന് കിട്ടാൻ പോണെന്ന്. എന്തായാലും സന്തോഷം. വേറെന്താണ് പറയാനുള്ളത് നമ്മുടെ കാണികളോട്? ഇപ്പൊ മത്സരിക്കണം അല്ലേ? ഓക്കെ. ഞാൻ മത്സരിച്ചതും കഴിഞ്ഞ 34-ാം വാർഡിലാണ് 2015, 20, 20, 25 വൈഫിനെ മത്സരിപ്പിച്ച് അവിടെയും ജയിച്ചു. 25-30 നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാട് കെട്ട ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്നെ അറിയുന്ന ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ഇടയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ആദ്യ റൗണ്ട് ചെന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ സ്വീകരണം എന്ന് പറഞ്ഞാൽ പ്രവർത്തന മികവിലുള്ള അംഗീകാരമാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് വന്നു. ഞങ്ങൾ നിന്നെപ്പോലുള്ള ആളുകളെയാണ് പ്രതീക്ഷിച്ചത്. വിധി പറയുന്നതിന് മുന്നോടിയായിട്ടാണ് ഞാൻ 12,500 ലഡു ഉണ്ടാക്കുന്നതിന്. അത് ജനങ്ങൾ തീരുമാനിക്കും. കുടുംബാധിപത്യമാണോ അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് മാത്രം മതി, മത്സരിച്ചാൽ മതി എന്നുള്ള തീരുമാനിക്കുന്നത് ഈ വാർഡിലെ സാധാരണ ജനങ്ങളും ഇടത്തരക്കാരും ആണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ മത്സരിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്. ത്രിമൂർത്തികളായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടായത് അസൈനാർ എന്ന് പറഞ്ഞ അച്ചു, അതുപോലെ തന്നെ കിൻറ്റിശാലുള്ള മനു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഞങ്ങൾ ഇറങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ വാർഡിലെയും നമ്മുടെ തറവാടിൻ്റെ വാർഡിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്. ഞങ്ങളുടെ ഇന്നത് ജാഥയാണെന്ന് വരും പലരും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ
കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട്. ഏതൊരു നേതാവിനെ എല്ലാ നേതാവാകും, പക്ഷേ അണികളുണ്ടെങ്കിൽ നേതാവുള്ളൂ. അപ്പം അത് മനസ്സിലാക്കാനുള്ള ബോധം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ജാതി നോക്കിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥാനാർത്ഥിനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ വിജയിക്കും അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നവനാണ് സീറ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വർഗീയത മാറ്റി മുന്നോട്ട് വന്നിട്ട് അന്തസ്സായിട്ട് മത്സരിക്കാൻ ധൈര്യമുള്ളവർ നമ്മുടെ മുന്നോട്ട് വരട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ വന്നിട്ട് ജയിച്ച് കാണിച്ചിരിക്കണം. അല്ലാണ്ട് ഒരു വീട്ടിൽ പോയിട്ട് വർഗീയത പറഞ്ഞ് അവർക്ക് ചെയ്യാൻ പാടില്ല, അവൻ ഇന്ന ആളാന്ന് പറയുന്നത്. മുകളിലിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ ആള് വിധി പറയുന്നത് 13-ാം തീയതി ആയിരിക്കും. നമ്മൾക്ക് വോട്ട് ചെയ്യാനേ പറ്റുള്ളൂ, പക്ഷേ വിധി തീരുമാനിക്കുന്ന മുകളിലാണ്. ഞാൻ നാളെ കാണുമെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ ഈ അപവാദങ്ങൾ പറഞ്ഞതും കാണുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നാക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പാടാണ് ഈ പറഞ്ഞാൽ. അത് ശ്രദ്ധിക്കേണ്ട കടമ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ആ വോട്ട് തട്ടിപ്പറിക്കുകയല്ലല്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി അവർ നമ്മളോട് ആ സിമ്പതി തോന്നി ഇത് പ്രവർത്തിക്കുമെന്നോ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള സ്വതന്ത്രന്മാർ ജയിച്ചു വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ. അപ്പം ചെന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും എന്ന് ഉറപ്പ് നമുക്ക് കിട്ടി. നമുക്ക് തന്നെ നീ പൊയ്ക്കോ, നീ ഇങ്ങോട്ട് വരണ്ട, നീ ഇന്ന ഏരിയയിൽ നോക്കിയാൽ മതി എന്ന് നമ്മളോട് പറയണമെന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റൂല, അടുത്ത ടീം വരും. അപ്പം നമുക്കറിയാമായിരിക്കും പറഞ്ഞാൽ 1 ജയിച്ചു 2 ജയിച്ചു, മനസ്സിലായി. നമുക്കറിയാം ഇതിൻ്റെ 10 കൊല്ലം ആയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഇപ്പം എൻ്റെ വാർഡിൽ മത്സരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പല പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നില്ല, പക്ഷെ നമ്മളതെല്ലാം കളഞ്ഞു. 2ാമത് വൈഫിനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. ഞങ്ങളുടെ വാർഡിൽ പല വർക്കുകൾ വരുമ്പോഴത്തേക്കും LDF-ഉം UDF-ഉം അസോസിയേഷനും ഞങ്ങളെ വരിഞ്ഞു മുറുക്കുകയും പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ ബോർഡ് വെക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. പക്ഷെ ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു തൊഴിലിന് പോകുന്ന ഒരാളാണ്. ആ തൊഴിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വാർഡിലെ പ്രവർത്തനം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അവരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കക്കാൻ പോണവർക്കാണ് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഒരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതെൻ്റെ വാർഡിലുള്ളവർക്ക് ഓരോ മരുന്നിനാണെങ്കിലും മറ്റുള്ളവർക്കെല്ലാം ഞാൻ ചെയ്തു പോന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞാൽ. ഇവരൊക്കെ പുറകിൽ നിന്നും അസോസിയേഷൻ്റെ ആളുകളും അതുപോലെ തന്നെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പുറകിൽ നിന്നുകൊണ്ടാണ് അടിക്കുന്നത്, മനസ്സിലായോ? അവരങ്ങനെയാണ് ഇങ്ങനെയാണോ അവിടെ കോടികൾ ഉണ്ടാക്കുന്നത്, ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പോയി മേടിക്കാറുണ്ടെന്ന് പറഞ്ഞു മനസ്സിലാവും. എനിക്ക് ആളുകളുടെ വോട്ട് മേടിക്കാനും അവർ സ്നേഹം മേടിക്കാനും അവർ ആർട്ട് എൻ്റെ കയ്യിലോട്ട് എടുക്കാനും മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ. ഈ പണം കിട്ടണ ആ മരം ഒന്ന് ഇവരെ സംബന്ധിച്ച് പറഞ്ഞു തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കുറച്ച് പോയി മേടിച്ചിട്ട് എൻ്റെ വാർഡിലുള്ളവർക്ക് കൊടുക്കാമല്ലോ, മനസ്സിലായോ? എനിക്ക് 3-6 അവിടെ ഇവിടെയൊക്കെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ആരെങ്കിലും പേരിൽ ഏതെങ്കിലും ഒരു സ്ഥലം, അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെയോ എൻ്റെ അമ്മയുടെ പേരില്ല, ആരെങ്കിലുടെയും അല്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കുന്നവരുടെ പേരില്ല ബിനാമയായിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തെളിയിച്ചാൽ ഞാൻ നാളെ ഈ രാഷ്ട്രീയം നിർത്താൻ ഞാൻ തയ്യാറാണ്. ഞങ്ങൾ അപശബ്ദങ്ങൾ വരുമ്പോൾ പേടിക്കുന്ന ഒരാളല്ല. ഞാൻ ഇല്ലായ്മയെന്ന് വളർന്നവനാണ്. എൻ്റെ അപ്പൻ മീൻ കച്ചവടക്കാരനായിരുന്നു, മുഴു കുടിയനായിരുന്നു. ഇല്ല, അപ്പൻ്റെ ആ പാത പിന്തുടർന്ന് തീരുമാനിച്ച് ശപഥം ചെയ്ത് വന്നവനാണ് ഞാൻ. എൻ്റെ അനിയന്മാർ കുടിക്കും, 2 പേരും കുടിക്കും പറഞ്ഞു. ഇപ്പോഴും അവർ മോശക്കാരൊന്നും അല്ല ഇങ്ങനെ. പക്ഷേ നമ്മൾ എൻ്റെ കൂടെ ഇരുന്നവർക്ക് ഞാൻ ഓരോ കാര്യങ്ങൾക്ക് മേടിച്ചു കൊടുക്കുന്നില്ല എന്നൊന്നും പറയല്ലേ പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് എല്ലാവരും നിർത്തണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ വേണം, മനസ്സിലായ. പക്ഷേ ഞാൻ എൻ്റെ വഴി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളും എൻ്റെ വീട്ടിൽ വരാതെ ഞാൻ അവിടെ പോയി ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്ക് കോവിഡ് വന്ന സമയം വന്നപ്പോഴാണ് ഞങ്ങൾ പെട്ടുപോയത്. എനിക്ക് 10 വണ്ടി ഉണ്ടായിരുന്നാണ് ഈ പറഞ്ഞാൽ. ഒരു വണ്ടിയിൽ നിന്ന് തുടങ്ങിയ കൽപ്പണിക്കാരനാണ് ഞാൻ. സിമെൻറ്റിൻ്റെ അലർജി വന്നിട്ട് പിന്നെ ഞാൻ 2002 സ്കൂൾ ട്രിപ്പ് വണ്ടിയിൽ തുടങ്ങിയ. എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞില്ല. മുന്നോട്ടേ പോയിട്ടുള്ളൂ. അതിൽ നിന്ന് 10 ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പേപ്പറുകളെല്ലാം ശരിയായി കൊണ്ടിരിക്കുന്നു പറഞ്ഞു. അടുത്ത് കഴിഞ്ഞാൽ ഇനി പണിയാനേ പറ്റില്ല, പൊളിച്ച് കളയേണ്ട ആവശ്യവും. പക്ഷെ അവിടെ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ കാര്യം വരുമ്പോഴും നമ്മളങ്ങനെ ഈ ശത്രുത മനോഭാവങ്ങൾ പോലെ അവിടെ നിന്നും ഇവിടെ നിന്നും ഈ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അവനെ തേജോവധനം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളവരൊക്കെ. ഇവർക്കൊക്കെ ദൈവം 13-ാം തീയതി മറുപടി കൊടുക്കും. ഇവിടെ എൻ്റെ വാർഡ് സംവരണമായപ്പോൾ തന്നെ അവർ പറഞ്ഞു അവനെ ഞങ്ങൾ ഇവിടുന്ന് പറത്തി വിട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ 40-ാം വാർഡിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. വേണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ മക്കളും പറഞ്ഞു മതി നമുക്ക് വരും പറഞ്ഞാൽ. അത് സംവരണമാകുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല, ഒന്നും കൂടി നമുക്ക് നോക്കണം, നമ്മൾ അടിച്ചമർത്തണവന് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ സംവരണ വാർഡായപ്പോഴത്തേക്കും എന്ന് പറഞ്ഞു ഇനി അവൻ്റെ ഇടപാട് കഴിഞ്ഞ് ചാലിപ്പറമ്പിൽ എനിക്കെതിരെ പടക്കം പൊട്ടിച്ചിരും പറഞ്ഞാൽ പോയി എനിക്കെന്താ എന്തോ മറ്റെന്താണ് ദുഷ്ടന്മാരെ പറത്തി വിട്ടെന്നാണ് പറഞ്ഞില്ല. ഞാൻ എൻ്റെ സ്കൂൾ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ തൊഴിലെടുത്തിട്ടാണ് ഞാൻ മറ്റുള്ളവർ സേവിക്കുന്നത്. ഞാൻ പലവർക്കും പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അവരാണ് എന്നെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു. ആ സഹായം കൊണ്ട് വാർഡുകളിൽ പലവർ ഇതേപോലെ അപവാദങ്ങൾ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുക. പക്ഷെ അതൊന്നും നമ്മൾ പതറേണ്ട ഒരാളല്ല. ഇല്ലായ്മയെന്ന് വട്ടപൂജ്യത്തിൽ നിന്ന് കയറി വന്ന ഒരാളാണ്, മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കേട്ട് പേടിക്കുന്ന ഒരാളല്ല. 40-ാം വാർഡിൽ എൻ്റെ ആദ്യത്തെ
ഞങ്ങളുടെ കൂടെയുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് മരുന്ന് മേടിച്ചെടുക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി, സഹായ നിധി എന്നുള്ള കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് 6 മാസത്തിൽ കൊടുക്കുമെന്നാണ് ഞാൻ എൻ്റെ ഇലക്ഷന് ഒരാഴ്ചക്ക് മുമ്പ് അവരോട് പറഞ്ഞിരുന്നത്. അത് ഞങ്ങൾ ആദ്യം തന്നെ നടത്തി കൊടുക്കും. അതാണ് എൻ്റെ ആദ്യത്തെ ഘട്ടം. പിന്നെ രണ്ടാമത് ഞാനിവിടെ ഫ്ലൈറ്റിൽ അമ്മമാരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെയും അതുപോലെ കൊണ്ടുവന്നു. അതിന് കൊണ്ടുപോയിട്ടുണ്ട് 2015 കൊണ്ടുപോയിട്ടുണ്ട്. ബാംഗ്ലൂർ കൊണ്ടുപോയി അവരാ ഫുൾ 3 സ്ഥലത്തുള്ള കറക്കി അതുപോലെ തിരിച്ച് രാത്രി കൊണ്ട് വീടുമാക്കി. അപ്പോൾ അതുപോലെയും അവിടെ അമ്മമാർ പറഞ്ഞിരുന്നു. അന്നത്തെ റൈറ്റ് അല്ല ഇന്ന്, പക്ഷെ എന്നാലും നമ്മൾ സ്പോൺസർഷിപ്പ് പോയി കണ്ടെത്തി അവരെയും നമ്മൾ കൊണ്ടുപോകും. അതുപോലെ കുടുംബശ്രീകളെയൊക്കെ ഒരു ടൂർ അവരോട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഞങ്ങളെ കൊണ്ടുപോകണം, ഞങ്ങളുടെ വാർഡിൽ ചെയ്തതുപോലെ ഞങ്ങളെയും എല്ലായിടത്തും കൊണ്ടുപോകണം എന്നുള്ള ആ കാര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്നിൽ ധൈര്യമായിട്ട് വിശ്വസിക്കാം. നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ നിങ്ങളുടെ കൂടെ 5 കൊല്ലം ഞാൻ ഉണ്ടാവും എന്ന ആ ഒരു ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സറിഞ്ഞ് വോട്ട് കുത്തിയിട്ടുള്ളതും. 1ാമത്തെ റൗണ്ടും 2ാമത്തെ റൗണ്ടും എനിക്ക് പറഞ്ഞിരുന്നത് ധൈര്യമായിട്ട് പൊയ്ക്കോ, അവിടെ പെട്ടിയിൽ വീണ്ടിരിക്കുന്നതാണ്. ആ ധൈര്യത്തിൽ ഞാൻ പറയുന്നത് നമുക്ക് 800, 900, 1000 വോട്ടെടുത്ത് വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഏറ്റവും കുറഞ്ഞ 800, അത്രക്കും ഉറപ്പാണ് നമുക്ക് ജനങ്ങളിലായി പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെങ്കിലും ഈ പറഞ്ഞ നമ്മൾ എതിർ സ്ഥാനത്തിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. സത്യം എന്താണെന്നുള്ള 13-ാം തീയതി അല്ലേ. പിന്നെ ഇതിലൊന്നും തളരരുത് കേട്ടോ. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് പോലും പല കാര്യങ്ങളിൽ കയറി പിടിക്കണമുണ്ട്. നല്ല നല്ല കാര്യങ്ങളിൽ കേട്ടാ. ഇതേപോലെ നമ്മളും കുറെ അനുഭവിച്ചിട്ടുണ്ട് ഈ 5-6 മാസത്തിനിടെ. ഈ ഇലക്ഷൻ വന്നപ്പോൾ മാത്രം കേട്ടാ. ഇനി അത് കഴിയുമ്പോൾ എന്താവുന്ന ആ ടൈമിൽ മാത്രം അപ്പോൾ അങ്ങനെ. അപ്പോൾ ചേട്ടൻ എന്തോരം വരുമെന്ന് എനിക്ക് ചിന്തിക്കാം. അപ്പോൾ അതിലൊന്നും തളരരുത്. അങ്ങനെ പലതും സംഭവിക്കും, അതൊന്നും നോക്കരുത്. ചേട്ടനുള്ള കാര്യം ഓപ്പണായിട്ട് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ തെളിയിക്കുക ആണ്. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ഉള്ളിൽ എന്താ പറയുക, തിന്മയില്ലാത്തവർ എവിടെയും വന്നത് ഇതേപോലെ സ്റ്റേണായിട്ട് പറയും. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ ഒരു കണ്ടന്റ് ഈ വീഡിയോ ഇടാൻ കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനൊരു ജനനായകൻ ചിലപ്പോൾ കേരളത്തിൽ ചിലപ്പോൾ ഇത് പറഞ്ഞാൽ ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മറ്റുള്ളവർ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചേട്ടനോട് അടുത്തൊരു ചോദിക്കാം, ചേട്ടനോട് ചേച്ചിയോട് ചോദിക്കാനുള്ള എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ 3ാമത്തെ തവണയാണ്, നാളെയാണ് റിസൾട്ട് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 തവണ ജയിച്ചല്ല, 2 തവണ ജയിച്ചതും നിങ്ങൾ സ്വതന്ത്രന്മാരായിട്ട് അല്ലേ, അങ്ങനെയാണ് ജയിച്ചത്, പാർട്ടിയുടെ പിൻബലമില്ലാണ്. അപ്പോൾ ഒരു ആദ്യം പാർട്ടിയുടെ പേരൊന്നും പറയാനുള്ള. എൻ്റെ നാട്ടിലാണെങ്കിൽ ഞാൻ ചുറ്റുവട്ടത്ത് കാണുന്നതാണ്, നിങ്ങളും കാണുന്നതാണ്. ഇപ്പോൾ ഒരു 5 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 2 അല്ലെങ്കിൽ 3 നോക്കാം. എല്ലാവരും അങ്ങനെയാണെന്നല്ല, 2 3 നോക്കാം. ഇല്ല കഥ ഉണ്ടാക്കിയും അല്ലെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലും അപ്പുറത്തെ പാർട്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തിനാണെന്ന് പറയണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത്ര നാളും പ്രവർത്തിച്ചിട്ട് വെച്ചാണ് നമ്മൾ ഹീറോയിസം കാണിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് മാത്രം വന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും എടുത്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ മറച്ചു വെച്ച് ഈ ജയിക്കാൻ നോക്കുന്നവരോടൊക്കെ എന്താണ് ചേട്ടൻ പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഈ കാണികളുടെ മുന്നിൽ എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? നമ്മളെ സംബന്ധിച്ച് നമുക്ക് അക്കാമോണില്ല. അപ്പം നമ്മൾ അവരെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളൊരു തൊഴിലെടുക്കുന്നു, ആ തൊഴിലോട് അനുബന്ധിച്ച് തന്നെയാണ് നമ്മുടെ വാർഡിലെ സേവനങ്ങൾ. ഇപ്പം നമ്മുടെ വീട്ടിലൊരു മരിപ്പ് വന്നു, ആ വീട്ടിലെ മരിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണേ. അവിടെ എന്താ ആവശ്യമുള്ളിൽ നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യും. അവരുടെ കൂടെ തന്നെ രാത്രി നമ്മൾ നിൽക്കണേ. നമ്മൾ രാവിലെയാണ് പോരുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കയറുമ്പോൾ ആ ടൈം ആകുമ്പോൾ നമ്മൾ ചെല്ലുന്നത്. കല്യാണം വരുമ്പോൾ നമ്മൾ സഹകരിക്കണം. വണ്ടി വേണോ, അതൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് ഇട്ട് നമ്മൾ അതുപോലെ വണ്ടി നമ്മുടെ ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കുറച്ച് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ജനങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്ന പറഞ്ഞത് ഞാൻ എന്താണെന്ന് എൻ്റെ വാർഡിലുള്ളവർക്കറിയാം, പൊതുവെ എല്ലാവർക്കും അറിയാം. പറഞ്ഞാൽ എന്ത് അപവാദങ്ങൾ പറഞ്ഞാലും എന്ത് വർഗീയത പറഞ്ഞാലും അവരെ സംബന്ധിച്ച് ഞാൻ അവരുടെ ഒരു കൂടപ്പിറപ്പ് തന്നെയാണ്. ആ വീട്ടിലാണെങ്കിൽ ഞാൻ അവരുടെ മോൻ തന്നെയാണ്. ഞാൻ അവരെ തിരിച്ചു വരുമ്പോൾ അത് എൻ്റെ അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ എനിക്കറിയാം. ഒരു കാര്യത്തിനും എൻ്റെ വീട്ടിലോട്ട് വരുത്താതെ ഞാൻ അവിടെ പോയി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. എന്തൊരാവശ്യം വേണോ ആവശ്യത്തിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ ഇന്ന് എൻ്റെ പെണ്ണുമ്പിള്ളയുടെ വള വരെ ഊരി കൊടുത്താൽ വീടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സ്കൂലാണ്ട് വന്നിട്ട് വള ഊരി കൊടുത്താൽ ആശുപത്രി ബില്ല് എടുക്കാന്നുണ്ട്. അങ്ങനെ വരും. എന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ കൊടുക്കടിയ എന്നാണ് ഞാൻ പറയണത്. എൻ്റെ കൂട്ടുകാരന് ഊരി കൊടുത്തിട്ടുണ്ട്, അവൻ അതിൻ്റെ എടുത്തതിനില്ല, ഭയങ്കര വിഷയമായിരുന്നു പറഞ്ഞാൽ. പിന്നെ വേറൊരാൾ നമ്മുടെ കൂട്ടുകാരൻ ഇടപെട്ടിട്ടാണ് അത് മേടിച്ചത്. അങ്ങനെ വരെയും അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് പല സ്ഥലത്ത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവരെയൊക്കെ ചലഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊന്നുമില്ല, അവർ തെളിയിക്കണം. വെറുതെ വാഗുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും എന്തും പറയാലോ, തെളിവാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം പറഞ്ഞത്. അപ്പം അങ്ങനെ എന്ത് പ്രചരണം അടിച്ചാലും എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല. ഞാൻ പ്രവർത്തിക്കാൻ ഇറങ്ങിയവനാണ്, ഞാൻ സാധാരണക്കാരെ മനസ്സറിയുന്നവനാണ്. അവരെ എന്നെ ആവുന്നതും ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവർ എന്ത് പ്രചരണം നടത്തിയാലും എന്നെ സംബന്ധിച്ച് ഞാൻ ജയിച്ചു വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ 12,500 ലഡു നമ്മൾ 13-ാം തീയതിക്ക് മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. അവിടെ ജീപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ വാർഡിലുള്ള
കുടുംബക്കാർ തന്നേക്കുന്നതാണ്. പുള്ളിക്കാട്ട് കുടുംബത്തിലെ ജീപ്പാണ് എനിക്ക് തന്നേക്കുന്നത്. ഞാൻ ഇന്നലെ ഇടയ്ക്കറിയാണ്, ഇന്നലെ ഞാനത് കേട്ടിരുന്നു. അവിടെ നിൽക്കുന്ന ആൾക്കാർ എന്താണ് നാസിക് ഡോള് ജീപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്താ സംഭവം പറഞ്ഞ് നാളെ അതിനൊരു വണ്ടി അവിടെ കൊണ്ടുപോയി അല്ലേ ഇതിന്റെ റിസൾട്ട് അറിയോടത്തുകൊണ്ട് ഇടണേണ്. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയിലെ കൊണ്ടുപോകുള്ളൂ നമ്മുടെ നായകനെ പറഞ്ഞേക്കണം. അതൊക്കെ കേൾക്കുമ്പോഴല്ല ഭയങ്കര ഒന്നും പറയണ്ട, അത് അനുഭവിക്കണം. ഞാൻ നല്ല നാളെ അങ്ങോട്ട് ഞാനും പറഞ്ഞിട്ടാ. എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി വേണം. പിന്നെ അതുപോലെ കുറച്ച് വീടുകളിൽ ലഡു കൊടുക്കണമെങ്കിൽ നമുക്ക് കാണിക്കണം ആൾക്കാരെ. പിന്നെ ഒരു കാര്യം വേറെ പറയാനുണ്ട്, മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യം ഉണ്ടായി പറഞ്ഞാൽ ഞാൻ നാളെ ജയിക്കും എന്ന് പറഞ്ഞൊരു 10 ലഡു മേടിച്ചു കൊണ്ട് വെക്കാനുള്ള ധൈര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു വണ്ടി സൗണ്ട് കെട്ടി വെക്കാനുള്ള ധൈര്യം ഉണ്ടാകും. മൈക്ക് സാങ്ഷൻ നമ്മൾ 2 ദിവസം നമ്മൾ മേടിച്ചു വെച്ചേക്കണേന്ന് പറഞ്ഞാൽ നമ്മളിഞ്ഞ അതിന് പോകുമ്പോൾ ഞാൻ അനുമതി മേടിച്ചില്ല എന്ന് പറയാൻ വേണ്ടി 2 ദിവസമൊക്കെ ശനി ഞാൻ ഞങ്ങൾ ആഘോഷവും ഞങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ 2ാം വാർഡും ഞങ്ങളുടെ 40ാം വാർഡും ഞാൻ ജനിച്ചു വളർന്ന നാടും ഞങ്ങൾ ആഘോഷമാക്കണേ. അതാണ് ഞങ്ങളുടെ വിജയം. ഞാനും വരും നമ്മുടെ വാർഡല്ല, പക്ഷെ ഞാനുണ്ടാവും. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാനായിട്ട് അപ്പോൾ ഇരുന്നതാണ് നമ്മുടെ ഈ വീഡിയോ. ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം വേറെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം ഉൾപ്പെടുത്തുന്നുണ്ട്. എങ്ങാനും വൈറലായ ഒരു മാറ്റം വരട്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള പല റെസിഡൻസ് അസോസിയേഷൻ മേൽത്തട്ടിലിരിക്കുന്ന ഒരു പാർട്ടിക്കാരൊക്കെ തന്നെ ഇരിക്കും. അതിൻ്റെ അകത്ത് പോലും രാഷ്ട്രീയവും അല്ലെങ്കിൽ ഗ്രൂപ്പ്സോ ഒക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ ട്രാക്കുന്നല്ലേ മെയിൻ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരണം. പാർട്ടിക്കാർ നിൽക്കണമെങ്കിൽ എല്ലാ പാർട്ടിക്കാരും മിക്സ് ചെയ്തിടണം. അല്ലാണ്ട് അവിടെ പോലും അതായത് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ. അത് അവിടെയാണ് എല്ലാവരും ഒരുമിച്ച് ഇരിക്കേണ്ടത്. അവിടെ പോലും ഈ പറഞ്ഞാൽ ഈ വർഗീയത മറ്റേതും പറഞ്ഞ് അല്ലെങ്കിൽ പഴയ കുറേ പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ടിട്ട് അത് വേറെ വഴിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഈ വീഡിയോയിൽ ഒരു മാറ്റം പറ്റാൻ കാണണമെങ്കിൽ എന്നെ വിളിക്കാൻ കേട്ടോ. ഈ ട്രാക്കിൻ്റെ മെയിൻ ആൾക്കാർക്ക് എന്തെന്നുണ്ടെങ്കിൽ ഞാൻ വരും. ഞാൻ വന്ന് എനിക്കറിയാവുന്ന ഞാൻ നേരിട്ട് പറഞ്ഞുതരാം. കാരണം ഇവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താനല്ല, ആരെയും നാണം കെടുത്താനല്ല, നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇപ്പം മറ്റൊരു കാര്യങ്ങൾ എന്താണ് നമ്മുടെ കാണികളോട് പറയാനുള്ളത്? നാളെ റിസൾട്ട് തന്നെയാണ്, ഞാനും വരുമെന്ന് പറഞ്ഞ് ആഘോഷത്തിന് ഞാനും കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വേറെ എന്താണ് നമ്മുടെ കാണികളോട് രണ്ടുപേർക്കും പറയാനുള്ളത്? ഇല്ല, നമ്മളെ വിശ്വസിച്ച് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുമ്പോഴത്തേന് ആ വിശ്വാസം നമുക്ക് വാഗ്ദാനമല്ല, ഞങ്ങളുടെ ഇത് തന്നെ കൊടുത്തേക്കുന്ന സാധാരണ അഭ്യർത്ഥന പോലെ വലിച്ചു നീട്ടി കുറയൊന്നുമില്ല. ഒരു 2-3 വാക്കുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് മോഹന വാഗ്ദാനങ്ങളൊന്നുമില്ല. നമ്മൾ പറയുന്ന വാക്ക് ഒരു ഉറപ്പാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് അവർക്ക് വിശ്വാസം വന്നതുകൊണ്ട് മാത്രമാണ് നമ്മളെ അംഗീകരിക്കുന്നത്. ആ അംഗീകാരം ബാലറ്റ് രൂപത്തിൽ അവരിടും, നമ്മൾ ജയിക്കും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ എന്താന്ന് പറഞ്ഞ ആവശ്യം നമുക്ക് നമ്മൾ മുഴുവനും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരാൾക്ക് 100 കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ സാധിച്ചേക്കാം. അതേപോലെ ജനങ്ങളും കട്ടക്കുന്ന. പക്ഷെ ഇവിടെ വേറെ ഈ പ്രശ്നങ്ങളുണ്ടല്ലോ. അല്ല, അതൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ 5 മക്കളുണ്ടെങ്കിൽ 5 സ്വഭാവം. ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്, പക്ഷെ 5 സ്വഭാവം. അപ്പൊ നമ്മളെ ഇവരെ എല്ലാവരും കൂടെ ഒരു പരിധി വരെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുവരാം. അപ്പൊ അവർക്ക് ഒരു പരിധി വരെ നമ്മൾക്ക് മുഴുവനല്ലെങ്കിൽ ഇപ്പൊ 100-ലെ ഒരു 80% ചെയ്തു കൊടുത്താൽ തന്നെ അതൊരു നമുക്കൊരു എന്താണ് ആ നമ്മൾ കൊടുത്ത ഉറപ്പിന്റെ ഒരു വിശ്വാസമാണ് അവർക്ക്. ആ ഉറപ്പ് 2 പ്രാവശ്യം ഇവിടെ കിട്ടിയത് കൊണ്ടാണല്ലോ അവരും നമ്മളെ വിശ്വസിച്ചത്. നമ്മളിവിടെ അങ്ങനെയല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഒന്നും പേരിലല്ല, നിങ്ങൾ നമ്മളുടെ വാർഡിൽ എങ്ങനെയാണെന്ന് അവിടെയുള്ള ജനങ്ങളോട് ചോദിക്കാന്ന് പറയും. അവിടെയുള്ള മനുഷ്യന്മാരോട് ചോദിക്കുക. പിന്നെ നമ്മളുടെ കൂടെ ജാവും പകലും ഓർഡറും ഉറപ്പില്ലാതെ വന്നപ്പോൾ അവർ തന്നെ കണ്ട് ഒരു പ്രതിഫലവും വീക്ഷിക്കാതെ ഇവർ എന്തുകൊണ്ട് വന്നു. ഇതിപ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്ത ആരുമില്ല. നിസ്സാരം ഇപ്പോഴുള്ള ചെറിയ പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രീയം ഇല്ലാത്ത. പക്ഷേ ഈ സമയം എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് വെളിപ്പുറത്തെത്തുന്ന ആളാണ്. മുമ്പായിരുന്നു നമ്മളങ്ങനെ ചിഹ്നമൊക്കെ കാണുമ്പോഴത്തേനും ഉണ്ട്. ഇപ്പം ഈ പ്രായമായവർ വരെ നമുക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മാറി. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം സംഭവം തന്നെ നമുക്ക് നിയമസഭ ലോക്സഭ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഏത് പാർട്ടിയാണ് ആ പാർട്ടിക്കാണ് അവർ വോട്ട് ചെയ്യുന്നത്. അത് നമ്മളോട് അവരോട് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾക്ക് ആ വാർഡിലുള്ളത് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് അവർ നമ്മളെ തിരഞ്ഞെടുക്കണേ. അപ്പം അവരുടെ നമുക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. അവർ പറയുന്ന ചില സമയത്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞ് അത് അംഗീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നമ്മൾ അവരോടൊപ്പം ഉണ്ടാകുമ്പോൾ അവർ നമ്മളോടൊപ്പം തന്നെ വരും. അതാണ് ഇപ്പം നമ്മളുടെ ഒപ്പം കൂടി ഒരു പറ്റം കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല പ്രായമായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, തീരെ കുഞ്ഞു പിള്ളേരുണ്ട്, എല്ലാ പ്രായത്തിലുള്ളവരും നമ്മളോടൊപ്പം ഉണ്ട്. അതങ്ങനെ ആർക്കും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതെന്ന് വെച്ചാൽ നമ്മൾ അവരോടുള്ള ആ സഹകരണം കൊണ്ടാണ്. ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രമാണ് അവർ നോക്കുന്നത്.
അതായിരിക്കണമല്ലോ വേണ്ടത്. അതാ ഞാൻ പറഞ്ഞ ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ 5 സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് അവർ നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പം നമ്മൾ അവരെ അംഗീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കണം. അവർക്ക് നമ്മളെ കൊണ്ട് എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. അത് മാത്രമാണ് പറയാൻ. ഈ ഗോൾഡ് കൂലി കൊടുക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ ചെയ്താൽ ചിലപ്പോൾ ഇപ്പോഴും സോറി കളിയാക്കണല്ല, വാടക വീട്ടിലല്ല താമസിക്കണം. എന്നിട്ട് ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, എന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണത്. എല്ലാവർക്കും ഒരേപോലെ എടുത്തു കൊടുക്കാൻ ഞാൻ പറയുന്നു കേട്ടോ. കാരണം ഇപ്പോഴത്തെ നാടും ലോകം എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് സംഭവമൊക്കെ ശരിയാണ്. അല്ല ഞാൻ പറയുന്നത് മറ്റൊരു സൈഡ് പറഞ്ഞാണ്, ഒരാളെ ഹെൽപ്പ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. ആ സൈഡ് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സ്നേഹമായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ അടുത്ത് കാശുണ്ടെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യത്തിന് കൊടുക്കുക. അതല്ലാതെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കാണ്. നമുക്കൊരാവശ്യം വരുന്നത് തിരിച്ചു ചോദിക്കുമ്പോൾ അത് പിന്നെ നമ്മൾ വേറെ രീതിയിലേക്കാവും. അത് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം അവിടെ ഉണ്ടാവും. എന്തിനു കടം മേടിച്ച് ജീവിച്ചു പോകണമെന്ന് എനിക്കറിയാം. അത് കൊടുക്കൂല, അടുത്താളെ പിടിക്കും. ഇപ്പൊ ജീവിതം അങ്ങനെ കൊണ്ടുപോകണ ആൾക്കാർ എനിക്ക് അല്ല, നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മളും പടകിട്ടെ, നമുക്കും മക്കള് പഠിക്കണൊക്കെയാണ്. ഈ വരുമാനം അല്ലാതെ വേറെ പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മളുടെ ആവശ്യം വരുമ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടാൻ പറ്റില്ല. നമുക്ക് പ്രായമായ മാതാപിതാക്കളൊക്കെ ഉണ്ട്. ആവശ്യങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ ഭർത്താവ് ചോദിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഭർത്താവിനെ ചെറുതാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം. ചേട്ടന് ഭാഗത്തേക്ക് പറയണ്ട, ഇനി രണ്ടുപേർക്കും ഇങ്ങോട്ട് പഠിച്ചാൽ ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും വെറുതെ ഫോർമാലിറ്റി, ഓൾ ദ ബെസ്റ്റ്. ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ലഡു ഉണ്ടാക്കി കഴിഞ്ഞു 12,500. പിന്നെ ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചിട്ട് സന്തോഷമുണ്ട്. വേറെ എന്തെങ്കിലും പറയണ്ട? എല്ലാം 13-ാം തീയതി നാളെ അല്ലേ? അതുകൂടി മിക്കവാറും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള, ഒരിക്കൽ കൂടി പറഞ്ഞു, ഇങ്ങനെയുള്ള ജനനായകൻ നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടെങ്കിൽ അവരെ മെൻഷൻ ചെയ്ത് കമന്റ് ചെയ്യണം. കാരണം അങ്ങനെയുള്ളവരെ നാട് അറിയേണ്ടതാണ് അല്ലേ? ഇതൊക്കെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കുണ്ട്. ഒരു 3 തവണയായിട്ട് തലയിൽ രോമാഞ്ചം വന്നത്. കാര്യമായിട്ട് അത് ചില കാര്യങ്ങൾ പറയുമ്പോൾ കാര്യമായിട്ട് അത് ഞാൻ നുണ പറഞ്ഞല്ല, സത്യസന്ധമായിട്ട് എന്തിന് ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് കിട്ടി, ഇപ്പൊ കിട്ടി പറഞ്ഞാല്. എന്തായാലും സന്തോഷം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, സന്തോഷം മാത്രം, സ്നേഹം അത്ര തന്നെ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ. ഇങ്ങനെയും കുറേ ആൾക്കാർ ജയിക്കണുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നല്ല വഴിക്ക് പോയിട്ട് ജയിക്കണുണ്ടെന്ന് നിങ്ങൾ കാണട്ടെ. എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തിയില്ല. രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണെന്നല്ല, നല്ലതുമുണ്ട്. പക്ഷെ അത് വിരലെണ്ണാവുന്നവരെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 10 എടുക്കുമ്പോൾ 1 ഉണ്ടാവുള്ളൂ. ആ രീതിക്ക് ഞാൻ പറഞ്ഞുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ മറ്റൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അപ്പം ബാക്കി നാളത്തെ വിശേഷം ചിലപ്പോൾ വേറെ വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡിലുണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കുക. ഇതുപോലെ നിങ്ങൾ അറിയേണ്ട കുറേ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ? ഓക്കെ ബൈ. ഒറ്റൊരു കാര്യം പറയട്ടെ, യഥാർത്ഥ ഹീറോനെ ഗ്ലാസ് വെച്ചിട്ട് ഞാൻ വെറുതെ വെച്ചാണ്, ഒരു ഹീറോടൊപ്പം നിന്ന് വീഡിയോ എടുക്കൊണ്ട് വെച്ചാണ്. യഥാർത്ഥ ഹീറോ ഇവരാണ് കേട്ടാ. അപ്പോൾ എന്തായാലും സന്തോഷം.